ആണ് ഇവൻ്റെ ഓരോ യഥാർത്ഥ തനി സ്വഭാവങ്ങൾ അറിയാൻ തുടങ്ങി. ഈ ഫോൺ വിളികളിലൂടെ തന്നെ മനസ്സിലാക്കി. എൻ്റെ കുട്ടി തന്നെ, എൻ്റെ മോള് തന്നെ മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് വൈകിപ്പോയി. പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവനോട് വരികയൊക്കെ ചെയ്തു. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇവനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. പബ്ലിക്കിൽ നമ്മുടെ സമൂഹത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതില്ല. അപ്പോൾ പിന്നെ അത് മുടങ്ങിയാലും ആ കുട്ടിക്ക് പിന്നെയും പേരുദോഷം ഉണ്ടാവും. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ അതേ വേർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 10-20 കൊല്ലം നോക്കി വളർത്തിയ ഒരു കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ നമ്മൾ ഈ ദുരഭിമാന കൊലപാതകം എന്ന് പറയുന്ന കണക്ക്, അതായത് നമ്മൾ എൻഗേജ്മെന്റ് നടത്തിപ്പോയി, ഇനി കെട്ടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടാണ്, അതുകൊണ്ട് കെട്ടിച്ചു കൊടുക്കുന്നു. ഇതും ഈ ദുരഭിമാന കൊലപാതകം തമ്മിലുള്ള വ്യത്യാസം. സ്ത്രീധനം കൂടുതൽ കിട്ടുന്നത്, സ്ത്രീധനം കൂടുതൽ കൊടുക്കുന്നത്, ഇത് വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണെങ്കിലും ഇത് വാങ്ങുന്നതും കൊടുക്കുന്നതും ആരുടെയൊക്കെ എന്തോ ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഒരു അഭിമാന പ്രശ്നം പോലാണ്. ആക്ച്വലി ഇപ്പം നമ്മുടെ നാട്ടിൽ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷം പോലെ, അല്ലെങ്കിൽ പരസ്പരം പലരുടെയും മുമ്പിൽ പ്രസ്റ്റീജ് കാണിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരു പരിപാടിയായിട്ടാണ് പലരും ചെയ്യുന്നത്. പ്രാകൃതമായിട്ടുള്ള വൈകല്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില നികൃഷ്ട ജീവികൾ ഇപ്പോഴും നമ്മളെ പലരുടെയും കുടുംബത്തിലുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടോക്കുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പെൺകുട്ടി ഉണ്ടാവാൻ പാടില്ല, ആൺകുട്ടി തന്നെ വേണം. ഹലോ, നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിഭജിക എന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഇത്തരത്തിൽ മരണപ്പെടുന്ന അവസാനത്തെ പെൺകുട്ടി ആയിരിക്കട്ടെ വിഭജിക എന്ന്. അതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ വിഭജികയുടെ സ്ഥാനത്ത് മറ്റൊരു കൊല്ലംകാരി കൂടി മരണപ്പെട്ടു, അതുല്യ. സമാന സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നാണ് പറയേണ്ടത്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇവരുടെ മരണത്തിന് ഒന്നാം പ്രതിയായി കേസെടുക്കേണ്ടത് ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനെയോ അമ്മയോ കുടുംബക്കാരെയോ അല്ല. ഇവരെ വിവാഹം ചെയ്യിപ്പിച്ചയച്ച ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബക്കാർക്കുമെതിരാണ് കേസെടുക്കേണ്ടത്. അതെന്തുകൊണ്ടാണ് എന്ന് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഈ കുടുംബക്കാരെ, അതായത് ഈ പറഞ്ഞ ലാസ്റ്റ് മരിച്ച പെൺകുട്ടിയുടെ റിലേറ്റീവ്സിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. നിശ്ചയം നടത്തിയതിന് ശേഷമാണ് ഇവൻ്റെ ഓരോ യഥാർത്ഥ തനി സ്വഭാവങ്ങൾ അറിയാൻ തുടങ്ങി. ഈ ഫോൺ വിളികളിലൂടെ തന്നെ മനസ്സിലാക്കി. എൻ്റെ കുട്ടി തന്നെ, എൻ്റെ മോള് തന്നെ മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് വൈകിപ്പോയിരുന്നു. പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവനോട് വരികയൊക്കെ ചെയ്തു. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇവനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. പബ്ലിക്കിൽ നമ്മുടെ സമൂഹത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതില്ല. അപ്പോൾ പിന്നെ അത് മുടങ്ങിയാലും ആ കുട്ടിക്ക് പിന്നെയും പേരുദോഷം ഉണ്ടാവും, എൻ്റെ മകൾക്ക്. അതുകൊണ്ട് ഇങ്ങനെ നടത്താമെന്ന് തന്നെ വിചാരിച്ചു. നിശ്ചയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇവന് അത്ര വെടിപ്പല്ലെന്ന്. അന്ന് പിന്നെ അങ്ങനെ കല്യാണമൊക്കെ നടത്തി. 2014 ആർപ്പാടമായിട്ട് കല്യാണമൊക്കെ നടത്തി. നല്ല രീതിയിൽ അന്ന് കല്യാണ പന്തലിൽ ഇവൻ മദ്യപിച്ചിട്ടാണ് വന്നത്. കല്യാണം അയ്യങ്കൊയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. കാരണം അവിടുന്ന് വിവാഹ പാർട്ടി വരാൻ ആ വാഹനം ലേറ്റായി, മുഹൂർത്തം അടുത്ത ജസ്റ്റ് മൂമെൻറ്റിലാണ് എത്തിയത്. അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ വന്നിട്ട് നമ്മൾ അറിയുന്നില്ല. ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ വരനും കൂട്ടനും അവിടെ ബാറിലൂടെ കയറിയിട്ടാണ് വന്നത്. മറ്റേ വണ്ടിയുടെ ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് ബാറിലങ്ങോട്ട് പോയി കഴിച്ചിട്ടാണ് വന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായി, ഇവൻ്റെ മുഖം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കതിർമുളക്ക് ഇരിക്കുമ്പോൾ മദ്യപിച്ചിട്ടായിരിക്കും. അവൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു, അയാൾ നല്ലപോലെ മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത്, ഞാൻ കണ്ടു. ഇവരൊക്കെ നല്ല രീതിയിലുള്ള മദ്യപാനികളാണെന്ന് അറിയാൻ നമ്മൾ വൈകിപ്പോയി. നമ്മളുടെ ഫാമിലിയിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആണ് ഞാൻ പറയുന്നത്. ഈ കുട്ടിയുടെ മരണത്തിന് ആരായിരിക്കും ഉത്തരവാദി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്നവർക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് കല്യാണത്തിന് മുമ്പ് തന്നെ ഈ പറയുന്ന ചെറുപ്പക്കാരന് ഇത്തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ ഉണ്ട്. അത് ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം പുള്ളിയുടെ ബിഹേവിയർ നമ്മൾ കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ ഫാമിലിയിലുള്ളവർക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ അറിയാം. പക്ഷെ ഞങ്ങൾ എൻഗേജ്മെന്റ് നടത്തിപ്പോയി, അതുകൊണ്ട് നമുക്ക് കല്യാണം നടത്താതിരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു ലോജിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ വളരെ പരിമിതമായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, മാരേജ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻ്റെ ഒരു സ്റ്റാർട്ടാണ്. അത് അറേഞ്ച്ഡ് മാരേജ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലവ് മാരേജ്, എന്ത് തന്നെ ആയിക്കോട്ടെ. അത് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഫാമിലീസ്. അത് മറ്റുള്ളവരുടെ മുന്നിൽ എന്തോ ഒരു പ്രസ്റ്റീജ് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പം ഒരു വിവാഹത്തിൻ്റെ അന്ന് മദ്യപിച്ചിട്ട് വരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഒരാൾ മദ്യപിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ മദ്യപിച്ച് വരുന്നതിന് മുമ്പ് തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ അതേ വേർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 10-20 കൊല്ലം നോക്കി വളർത്തിയ ഒരു കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ നമ്മൾ ഈ ദുരഭിമാന കൊലപാതകം എന്ന് പറയുന്ന കണക്ക്, അതായത് നമ്മൾ എൻഗേജ്മെന്റ് നടത്തിപ്പോയി, ഇനി കെട്ടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടാണ്, അതുകൊണ്ട് കെട്ടിച്ചു കൊടുക്കുന്നു. ഇതും ഈ ദുരഭിമാന കൊലപാതകവും തമ്മിലുള്ള വ്യത്യാസം ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതായത് സ്വന്തം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു ജാതിയിലെയോ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമുക്ക് ചേരാത്ത ഒരാളുമായി വിവാഹം കഴിക്കുമ്പോൾ അവരെ കൊന്നുകളയുന്നതിനെയാണ് നമ്മൾ ദുരഭിമാന കൊലപാതകം എന്ന് പറയുന്നതെങ്കിൽ,
ഇവിടെ നടന്നതും ഏകദേശം അതൊക്കെ തന്നെയല്ലേ. നമ്മൾ എൻഗേജ്മെന്റ് നടത്തി, പക്ഷെ അതിന് ശേഷമാണ് നമുക്ക് ഇയാൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഞങ്ങൾ എൻഗേജ്മെന്റ് നടത്തിപ്പോയി, നമ്മൾക്ക് എന്നത് മാനഹാനിയാണ്, നമ്മുടെ കുടുംബത്തിന്റെ പ്രസ്റ്റീജിന് ശരിയാവുന്നില്ല. അങ്ങനെ എൻഗേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കല്യാണം നടത്തിയില്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ മാരേജ് നടത്തി എന്ന് പറയുന്നത്, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എനിക്കൊരു വ്യത്യാസം തോന്നുന്നു. രണ്ടും ഒരു ദുരഭിമാന കൊലപാതകം തന്നെയാണ് ആക്ച്വലി ഇവിടെയും നടന്നിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ പറയുന്നത്. മറ്റുള്ളവർക്ക് ഇത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സൈഡിൽ മാത്രം തെറ്റെന്ന് പറയും. ഞാൻ ഇത് ലാസ്റ്റ് വീഡിയോയിൽ ഇപ്പോഴും പറയുന്ന കാര്യം, നമുക്ക് എന്താണ് ഒരാളെ കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അതിന് ഒരുപാട് സോഴ്സുകൾ ഇന്നുണ്ട്. പണ്ട് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറയും, ഇന്ന് ഒരുപാട് സോഴ്സുകളുണ്ട്. ഇത് അറിഞ്ഞിട്ട് കൂടി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അന്തസ്സിന് കുറവാണ്. അപ്പം ആ രീതിയിൽ ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാനേ പറ്റുന്നില്ല. അപ്പം ലാസ്റ്റ് ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും ഇവിടെ നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നതാണ് ഇതൊരു കേസ്. പിന്നെ ഈ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളത് അവരുടെ അയൽവാസി പറയുന്ന ഒരു വീഡിയോ കൂടി ഞാനിവിടെ ജസ്റ്റ് വെക്കാം. ഇവനെ നാറി എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഒരു ആമ്പിള്ളാരും ഈ മാതിരിയുള്ള പ്രവൃത്തികൾ ഒരു സ്ത്രീയോട് കാണിച്ചിട്ടില്ല മോനെ. അതായത് ഈ കൊച്ചു കല്യാണം കഴിഞ്ഞു പോയ ഫസ്റ്റ് നൈറ്റ് തൊട്ടുള്ള കഥകൾ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ദിവസം. കാരണം പറയാൻ ഒരു കാര്യം ഉണ്ടായി. ഇവരുടെ വീട്ടിൽ തള്ളയില്ലായിരുന്നു, തള്ള ഏതോ ആവശ്യത്തിന് പോയി. ഈ പുള്ളി ഇതേപോലെ ഇവിടെ കാർ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭയങ്കര നിലവിളി കേൾക്കുന്നത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഇവന് ഇഷ്ടമല്ലെന്ന് ഞാൻ അറിഞ്ഞ ആരും ചെന്ന് കയറുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേ, പ്രശ്നങ്ങളിലോട്ട് പോയപ്പോൾ ഞാൻ ചോദിച്ചേ, മോളെ എന്തായിരുന്നു നീ ഇന്ന ദിവസം ഇങ്ങനെ കരയുന്ന എന്തിനായിരുന്നെന്ന് ചോദിച്ചു. അന്നേരം ഈ കുഞ്ഞിങ്ങനെ പറയുന്നത്, എന്നെ പൊങ്ങായ്ക്ക് പിടിച്ച് പിന്നെ ഭിത്തിയിൽ ചേർത്ത് നിർത്തിയിട്ട് നാവിക്ക് ചവിട്ടിയെന്ന്, ഷൂ ഇട്ടുകൊണ്ട് ചവിട്ടിയെന്ന്. അപ്പം ചവിട്ടി വൃത്തികെട്ടവൻ. അപ്പൊ ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്തപ്പോഴാണ് കരഞ്ഞെന്നാ അത് എന്നോട് പിന്നെ അന്നേരം ഞാൻ ചെയ്തു. ഈ പെൺകുട്ടിയെ ഇയാള് ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതിനോടൊപ്പം തന്നെ ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ അതിന്റെ വോയിസും ഒക്കെ ഈ പെൺകുട്ടി സുഹൃത്തുക്കൾ അയച്ചു കൊടുത്തതൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. സോ അപ്പം ഇത് എവിഡന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഒരു തരത്തിലുള്ള ശാരീരിക ഉപദ്രവം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്രയും ഉപദ്രവിച്ചിട്ടും കുട്ടി എന്തുകൊണ്ടായിരിക്കും ആ വീട്ടിൽ തന്നെ തുടർന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കേ. അതായത് കല്യാണത്തിന് മുമ്പ് തൻ്റെ വീട്ടുകാർക്കെല്ലാം അറിയായിരുന്നു ഈ പയ്യന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന്. അത് മനസ്സിലാക്കി തന്നെയാണ്, അതായത് ഇപ്പം നിശ്ചയം നടത്തി അതുകൊണ്ട് കെട്ടിച്ചു വിട്ടു. അപ്പം തിരിച്ച് വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ മീൻസ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പോയത് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കാം അവർ ആ വീട്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുന്നത്. ഇതിന്റെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. അവിടെ ചെന്ന ഉടനെ എന്ന് പറഞ്ഞത്, ദേഹം ഇനി എത്ര പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് ഈ കൊച്ചിനോട് ചോദിച്ചത്. എന്നിട്ട് കൊച്ചു പറഞ്ഞത് 49 പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന്, ഇവന് കൊടുത്തേ ഉൾപ്പെടെ. അന്നേരം ഈ കാര്യം കൊച്ചനോട് പറയുന്നത്. അപ്പൊ ഞാൻ നമ്മളെ ശ്രീധരൻ മോഹിച്ചാണ് അവൻ നിന്നെ കെട്ടിയത്, അവൻ ഇതൊന്നും പോരായിരുന്നു, അവന്റെ ബന്ധു ആരാണ്ട് ഒരാൾ കൂട്ടത്തിൽ അങ്ങോട്ട് 101 പവന്റെ സ്വർണ്ണം മേടിച്ച് കല്യാണം കഴിച്ച്, അതുകൊണ്ട് ഇവൻ അന്ന് തൊട്ടേ ഈ കുഞ്ഞിനെ കുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നെന്ന്. പിന്നെ പ്രസവം കഴിഞ്ഞപ്പം ഈ കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞപ്പോ ഇവൻ ഇറങ്ങി ഓടി. ആ കുഞ്ഞിനെ കൈകൊണ്ട് പോലും പിന്നെ തൊട്ടിട്ടില്ല എന്ന് അവള് പറയുന്നു, സ്വന്തം മകളെ. എന്നിട്ട് AC ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞിനെ കൊല്ലാൻ വരെ വന്ന് പ്രസവിച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയപ്പോ ഫുൾ AC ഇട്ടിട്ട് ഈ കുഞ്ഞിനെ ഇവളെയും കൂടെ തണുപ്പത്തിരുത്തി കൂടി കുഞ്ഞിനെ അതുവരെ ഇവൻ ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴെങ്കിൽ ഇതൊക്കെ ഇതിന്റെ എല്ലാം ഒരു മെയിൻ എന്ന് പറയുന്നത് ഈ സ്ത്രീധനമാണ്. സ്ത്രീധനം എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇത്ര രൂപ ഞാൻ സ്ത്രീധനം കൊടുത്താണ് കെട്ടിച്ചത് എന്ന് പറയുന്നത് എന്തോ അഭിമാനമാണ്. അതിപ്പം എൻ്റെ കസിൻ ഇത്ര കൊടുത്തു, അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇവിടെ കൊടുക്കണം, അല്ലാതെ എൻ്റെ അനിയന് ഇത്ര സ്ത്രീധനം കിട്ടി അതുകൊണ്ട് എനിക്ക് ഇത്ര സ്ത്രീധനം കിട്ടണം എന്ന് പറഞ്ഞാൽ എന്തോ സ്ത്രീധനം കൂടുതൽ കിട്ടുന്നത്, സ്ത്രീധനം കൂടുതൽ കൊടുക്കുന്നത്, ഇത് വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണെങ്കിലും ഇത് വാങ്ങുന്നതും കൊടുക്കുന്നതും ആരുടെയൊക്കെ എന്തോ ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഒരു അഭിമാന പ്രശ്നം പോലാണ്. ഇത് ആക്ച്വലി ഇപ്പം നമ്മളെ നാട്ടിൽ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷം പോലെ, അല്ലെങ്കിൽ പരസ്പരം പലരുടെയും മുമ്പിൽ പ്രസ്റ്റീജ് കാണിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരു പരിപാടിയായിട്ടാണ് പലരും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇപ്പം അപ്പുറത്ത് നടത്തിയതിനെക്കാട്ടിലും കുറച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അയ്യോ അത് അതിൻ്റെ അത്ര വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഞാനിത് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യം തന്നെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ ഒരു പോർഷൻ ഞാൻ പറഞ്ഞത്. അതായത് ഇത്ര കൂടുതൽ കൊടുക്കുക അല്ലെങ്കിൽ ഇത്ര കൂടുതൽ കിട്ടുന്നത് എന്ന് പറയുന്നത് എന്തോ അഭിമാനമായിട്ടാണ് പലരും ഇപ്പോഴും കാണുന്നത്. പിന്നെ ഈ കുട്ടികളുടെ കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഈ 22-ാം നൂറ്റാണ്ടിലേക്ക് പോകാൻ പോകുന്നു. അപ്പം ഈ ഒരു സമയത്ത് പോലും പലരും ഈ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ആൺകുട്ടി വേണം, ഈ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇപ്പം നമ്മളെ നാട്ടിൽ പലരും ഒരു കുട്ടിക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയാണെങ്കിൽ പറ്റില്ല അല്ലെങ്കിൽ ആൺകുട്ടിയാണ്. ഇത് ആക്ച്വലി ഈ ചിന്താഗതിയുള്ള ആൾക്കാർ പല ഫാമിലീസിലും
ഇപ്പോഴും ഉണ്ട്. അതായത് ഈ പണ്ടത്തെ ജാമ്പവാൻ ഒന്നും പറയുന്നില്ല, അതിനേക്കാൾ പഴക്കമുള്ള ചില പ്രാകൃതമായിട്ടുള്ള വൈകല്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില നികൃഷ്ട ജീവികൾ ഇപ്പോഴും നമ്മളെ പലരുടെയും കുടുംബത്തിലുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടോക്കുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പെൺകുട്ടി ഉണ്ടാവാൻ പാടില്ല, ആൺകുട്ടി തന്നെ വേണം, ഇപ്പോഴും പലരും ഇത് പറയുന്നത് ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്, ഈ പ്രാകൃതമായിട്ടുള്ള ഈ അപരിഷ്കൃതമായിട്ടുള്ള നികൃഷ്ട ജീവികളെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞാണ് ഇപ്പം പുതിയതായിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് പോകുന്നത്. കുറച്ച് കാര്യം കൂടി ഈ ചേച്ചി പറയുന്നുണ്ട്, അതുകൂടെ അവിടെ വെക്കാം. ഒരു മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത പീഡന ഇത് എന്ന് പറഞ്ഞിട്ടും ഈ കൊച്ചു കേട്ടില്ല. അതിന് കോടതി പോയ കേസിൽ ഇവരെല്ലാരും കൂടെ ഇവൾ ഒറ്റയ്ക്ക് പോയി അവനെ അവളെയും കൂടി ഇരുത്തി സംസാരിപ്പിച്ചെന്ന് കോടതിയില്ല. സംസാരിച്ചപ്പോൾ ഇവന് എന്നൊരു അടവാ, ഇവൻ കാലെ വീണ് കിടന്ന് കരയും. അങ്ങനെ ഈ കൊച്ചു പോയിട്ട് തനിയെ വന്നപ്പോൾ കൊച്ചിനങ്ങ് മാറ്റമായി. ഇവിടെ എങ്ങനെ ഇവന്റെ കൂടെ പോകാനുള്ളത്? അങ്ങനെ പോകാൻ നേരത്ത് ഞങ്ങൾ പറയുന്നു, നീ പോകല്ലേ മോളെ മരെ, ഞാൻ തുടക്കൊരു തട്ട് കൊടുത്തു, പൊന്നുമോളെ നീ പോകല്ലേടി എന്നും പറഞ്ഞു. എന്നിട്ടും ഇവള് അന്ന് രാത്രി ഭയങ്കരമായ ബഹളം ഉണ്ടാവുന്നു ഇവരുടെ വീട്ടില്. വെളുപ്പാങ്കാലത്ത് ഭയങ്കര ഈ പറഞ്ഞ കാര്യം നമ്മൾ വളരെ കാര്യമായി ഡിസ്കസ് ചെയ്യേണ്ട ഒന്നാണ്. അതായത് ഇപ്പം ഒരു മാരേജ് നടന്ന് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് തുടക്കമല്ലേ, പിന്നെ അങ്ങ് ശരിയായിക്കോളും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്തിക്കാൻ പാടില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് എന്തിനായിരുന്നു ഇങ്ങനൊരു കോംപ്രമൈസ് ടോക്ക് അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന് പലർക്കും തോന്നേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേ കണക്കൊക്കെ ഉള്ള എൻ്റെ ആയിരിക്കും ആ ഒരു കോംപ്രമൈസ് ടോക്കുകൾക്ക് ഉണ്ടാവുന്നത്. ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഇത് സംസാരിച്ച് കൊണ്ടുവന്ന് അന്ന് തന്നെ അവരുടെ വേറെ ഇഷ്യൂസ് ഉണ്ടായി എന്നുള്ള കാര്യം. അപ്പം ഈ പറയുന്ന പോകെ ശരിയാവും, തുടക്കമല്ലേ ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഈ ഏച്ചു കെട്ടിയാൽ മുഴച്ചേരിക്കത്തുള്ളൂ നമ്മളെ പണ്ടുള്ളവർ പറയും. അത് ആക്ച്വലി ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ വിഭജികയുടെ കേസ് വന്നപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നു. എന്നിട്ട് വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്കിലും ഒരവസാനമാകട്ടെ എന്നെൻ്റെ ഒരു ആഗ്രഹം കൂടി പറയാനാണ്. അന്ന് ഞാൻ പറഞ്ഞു വിഭജിക എന്ന് പറയുന്ന അവസാനത്തെ പെൺകുട്ടി ആയിരിക്കട്ടെ എന്ന്. ഇപ്പം പറയുന്നു അതുല്യ എന്ന് പറയുന്നത് അവസാനത്തെ പെൺകുട്ടി ആയിരിക്കട്ടെ എന്ന്. ഇതിങ്ങനെ ആഗ്രഹം മാത്രമാണ് എന്ന് എനിക്കും അറിയാം, ഇത് കാണുന്നവർക്കും അറിയാൻ പറ്റും. അപ്പം നമ്മൾ തന്നെയാണ്, ഞാനടക്കമുള്ള നമ്മൾ പൊതുജനങ്ങൾ, ഈ പറയുന്ന പൊതുസമൂഹം തന്നെയാണ് ചേഞ്ച് ആവേണ്ടത്.